തമിഴ്നാട്ടിൽ ധ്യാൻ ശ്രീനിവാസിനെതിരെ വ്യാപക ട്രോളുകൾ. സിഎം വിജയിയെയും നടി തൃഷയെയും ധ്യാൻ അപമാനിച്ചെന്നാണ് ട്രോളുകൾ. വിസിറ്റർ എന്ന സിനിമയുടെ പൂജാ ചടങ്ങിനിടെ ധ്യാൻ നടത്തിയ പരാമർശമാണ് വിവാദമായത്. താൻ സിഎം ആകുമ്പോൾ നവ്യ നായർ സാരി ഉടുത്ത് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കണമെന്നായിരുന്നു ധ്യാനിന്റെ വാക്കുകൾ. ഇതാണ് തമിഴ്നാട്ടിൽ വ്യാപകമായ ഓൺലൈൻ വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. ദൈവം ചില ആഗ്രഹങ്ങൾ അവസാനത്തേക്ക് ചിലപ്പോ മാറ്റിവെക്കുന്നു പറഞ്ഞ പോലെ നവ്യ എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ എന്റെ ഇന്റർവ്യൂ ജീവിതം തുടങ്ങിയ കാലം മുഴുവൻ തുടങ്ങുന്നത് ആ ഒരു ഇതിലാണ് നവ്യയോടുള്ള ഇഷ്ടം പറഞ്ഞുകൊണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു അതിനുശേഷം നവ്യ കല്യാണം കഴിച്ചു. നവ്യക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാനുള്ള മകനായി എന്നിട്ടാണ് ഞങ്ങൾ അവസാനം ഒരുമിക്കുന്നത്. എന്നാൽ പോലും ഞാൻ പറയുന്നു, ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി എടുത്ത് ആ ഫ്രണ്ട് റോഡ് കണ്ണു നിറഞ്ഞുകൊണ്ട് നവ്യ ഉണ്ടാവും. അമ്മയുടെ പ്രസിഡന്റ് ആകുമ്പോഴല്ല, CM ആകുമ്പോൾ മതി കണ്ണു നനച്ചുകൊണ്ട് നവ്യ ഉണ്ടാവും എന്നുള്ള എല്ലാ പ്രതീക്ഷയോടെ. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഹരി, ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായതാണ്, നമ്മളൊക്കെ കണ്ടതുമാണ്. ഇപ്പോൾ അതിനെതിരെ വലിയ തരത്തിലുള്ള ട്രോളുകൾ വരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനുശ്രീ, അത് തന്നെയാണ്. ധ്യാൻ ശ്രീനിവാസിന്റെ ഈ വാക്കുകളാണ് ഇപ്പോൾ വളരെയധികം വൈറലായി മാറിയിരിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച്. പക്ഷേ തമിഴ്നാട്ടിൽ അത് വേറെ രീതിയിലാണ്. നമുക്ക് കാണാം, ധ്യാൻ ആ വാക്കുകൾ പറഞ്ഞതിന് ശേഷം സദസ്സിലുണ്ടായിരുന്ന എല്ലാവരും കൈയടിക്കുന്നതും ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ്. ഇതാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ വ്യാപകമായ വിമർശനം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ മുഖ്യമന്ത്രിയായ വിജയിയെയും നടി തൃഷയെയും അപമാനിക്കുന്ന തരത്തിലായിരുന്നു ധ്യാന്റെ വാക്കുകൾ എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത്. കാരണം CM ആയി വരുമ്പോഴേക്കും സാരി ഉടുത്ത് നവ്യ നായർ മുന്നിൽ വന്നിരിക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ വിജയ് മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് നടി തൃഷയാണ് ഇതുപോലെ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട്ടുകാർ വളരെയധികം വിമർശനം ഉന്നയിക്കുകയാണ്. പ്രത്യേകിച്ച് അവിടെ കേരളത്തിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ അപമാനിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുൾപ്പെടെയുള്ള പല വിമർശനങ്ങളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ തമിഴ്നാട്ടിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസിന്റെ ഈ പ്രസംഗം മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു വലിയ വിമർശനം, വ്യാപകമായ രീതിയിൽ വിമർശനങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് വിസിറ്റർ എന്ന സിനിമയുടെ പൂജാവേളയിലാണ് ധ്യാന്റെ ഈ വാക്കുകൾ. അവിടെ ധ്യാൻ പലർക്കും പറയുന്നുണ്ട്, ജുവർഗീസിനെതിരെ സംസാരിക്കുന്നുണ്ട്, അമ്മ പ്രസിഡൻഷ്യൽഷിപ്പിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ CM ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി സംസാരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസം 10-ാം തീയതി വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ഇതേപോലൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതിനെ ട്രോളാക്കിയാണ് ധ്യാൻ ശ്രീനിവാസൻ തന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയത്. പക്ഷേ അത് നേരെ വിപരീതമായി അതൊരു സറ്റൈറിക്കൽ രീതിയിലല്ല തമിഴ്നാട്ടിൽ എടുത്തിരിക്കുന്നത്. വ്യാപകമായ വിമർശനങ്ങൾ ഈ ധ്യാൻ ശ്രീനിവാസനെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്കും കാര്യങ്ങൾ മാറുന്നുണ്ട്. ഇതാരാണ് ഈ വ്യക്തി എന്നുൾപ്പെടെ, ഈ നടൻ ആരാണ്, ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ പറയാൻ ഇയാൾ ആരാണ് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഉൾപ്പെടെ ഈ ഹാൻഡിലുകളിൽ നിന്ന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ജനനായകൻ റിലീസ് ചെയ്യാൻ പോകുന്ന ഘട്ടത്തിൽ ഇതുപോലൊരു വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ട് പൗരന്മാരായി നമ്മൾ പ്രതികരിക്കുന്നില്ല, പ്രത്യേകിച്ച് അന്യ സംസ്ഥാനത്ത് നിന്ന് ഇങ്ങനൊരു വിമർശനം വരുമ്പോൾ, അതൊരു കളിയാക്കലായി പോലും വരുമ്പോൾ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല എന്നുൾപ്പെടെയുള്ള തരത്തിൽ ഉള്ള വാർത്തകളാണ് അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട്. ധ്യാനെതിരെ ട്രോളുകൾ മാത്രമല്ല അധിക്ഷേപ രീതിയിൽ വരെ കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നുണ്ട്. ഇത് വളരെ സറ്റൈറിക്കലായിട്ട് ധ്യാൻ സ്റ്റേജിൽ വെച്ച് പറഞ്ഞതാണെങ്കിൽ പോലും അതൊരു ഡയറക്റ്റ് അറ്റാക്ക് ആയിട്ട് തമിഴ്നാട് CM-ലേക്ക് തന്നെ മാറുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ വ്യാപകമായ പ്രതിഷേധം ഉണ്ടാകുന്നത്. അനുശ്രീ, ശരി, ഹരികൃഷ്ണനാണ് കൂടുതൽ വിശദാംശം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.